ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിപ്സി സോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കർണാടകയിലെ ബെൽത്തങ്കടിക്കടുത്തുള്ള ഗഡായിക്കൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ്. നരസിംഹഗദ്ദ ഇല്ലെങ്കിൽ ജമലഗദ്ദ എന്നിങ്ങനെ മറ്റ് രണ്ട് പേരിലും കൂടെ ഗഡായിക്കല്ല് അറിയപ്പെടുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്ററും മംഗലാപുരത്ത് നിന്ന് ഏകദേശം 65 കിലോമീറ്ററും ബെൽത്തങ്കാടിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. കുതിരമുഖ് റേഞ്ച് ഓഫ് ഹിൽസിന്റെ കീഴിലാണ് ഈ സ്ഥലം ഉള്ളത്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ നമുക്ക് കുതിരമുഖത്തിന്റെ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഗഡായിക്കല്ല്. അതിന്റെ ബേസ് ക്യാമ്പിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ഡിവിയേഷൻ എടുക്കണം. ഗഡായിക്കല്ലിലെ ട്രക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈം നവംബർ ടു മെയ് ആണ്. ബാക്കിയുള്ള ടൈമും നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് വേണമെങ്കിൽ ട്രക്കിങ് ചെയ്യാം. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്തിട്ട് പായലൊക്കെ പിടിച്ചിട്ട് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാണുന്നതാണ് ബേസ് ക്യാമ്പ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. പാർക്കിംഗ് സ്പേസ് ആയിട്ടൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ തന്നെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗഡായിക്കല്ലിന്റെ ഹിസ്റ്ററിയും പിന്നെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എൻട്രി ഫീസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പൈസയുള്ളൂ. ഏതാണ്ട് 20 രൂപയോ 40 രൂപയോ എങ്ങാണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ബേസ് ക്യാമ്പിൽ ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള സ്ഥലമാണ് ഇത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നമുക്ക് ട്രക്കിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം. അതുപോലെ തന്നെ ഈ ട്രക്കിംഗ് അത്ര ഹെവി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു മീഡിയം ടഫ് ഈ ട്രക്കിങ്ങിനുള്ളൂ. ഏകദേശം 1876 സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ എത്തുന്നത്. ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല. ഗൂഗിളിലുള്ള കണക്കാണ് കേട്ടോ.
അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ കയ്യിൽ കരുതണം. അത്യാവശ്യം ചെറിയ സ്നാക്സും മതി. മുകളിൽ വെള്ളത്തിന് യാതൊരു സോഴ്സും ഇല്ല. നവംബർ വരെ ചെറിയ ഉറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ അത് പറ്റിപ്പോകും. മുകളിലൊരു കുളം ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് വെള്ളം കുടിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് ക്യാമ്പിങ്ങോ ടെന്റിങ്ങോ ഒന്നും അലോ ഇല്ല. ഗവൺമെന്റ് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല സ്കൈ എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു വ്യൂ കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ നവംബർ ടു മെയ് ആണ് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ 2 ചെറിയ ഫോർട്ടുകളുണ്ട്. ഫോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഫോർട്ടൊന്നുമല്ല. ചെറിയ 2 റൂമുകളുള്ള ചെറിയ 2 ഫോർട്ടുകളാണ്. 1794 ടിപ്പു സുൽത്താനാണ് അത് പണി കഴിപ്പിച്ചത്. അത് പണി കഴിപ്പിച്ചതിന് ശേഷം ടിപ്പു സുൽത്താന്റെ അമ്മയുടെ പേരായ ജമലാബി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കുറെയൊക്കെ പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതിശയം തോന്നിയൊരു കാര്യം, ഈ ചില സ്ഥലങ്ങളിലൊക്കെ കല്ല് എടുത്തു വെച്ചിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ 4 ആളോ 5 ആളോ എടുത്താൽ പൊങ്ങാത്ത കല്ലൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണേലും വലിയ വലിയ കല്ലുകളാണ്. നമ്മളൊന്നും ഒരാളോ 2 ആളോ ഒന്നും പിടിച്ചാലൊന്നും അനങ്ങുക പോലുമില്ല. അങ്ങനത്തെ കല്ലുകൾ വെച്ചിട്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നോക്കിയേ, ഫോർട്ടിന്റെ കല്ലിന്റെ സൈസ് കണ്ടോ? എന്ത് സൈസാന്ന് നോക്ക്. നമ്മളൊന്നും പിടിച്ചാൽ അനങ്ങുക പോലുമില്ല. അതുപോലത്തെ കല്ലുകളാണ്.
അതാ ഇവിടെയായിട്ടൊരു പീരങ്കി കിടപ്പുണ്ട്. ഞാനിനി ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി ആവശ്യമില്ലാത്തൊരു വെടി പൊട്ടിക്കണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഈ ട്രക്കിങ്ങിലെ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയ. കുത്തനെ എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെയാണ്. നല്ല കയറാൻ ഇച്ചിരി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നത് ഞാൻ പറഞ്ഞ മുകളിലത്തെ ഉറവേന്ന് വരുന്ന വെള്ളമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഉറവ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു പോയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വെള്ളം പിടിച്ച് കുടിക്കുക ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ഉണ്ടായിരുന്നു, നല്ല വെള്ളമായിരുന്നു. പിന്നെ നവംബറൊക്കെ കഴിയുമ്പോഴത്തേനും ആ വെള്ളം പറ്റിപ്പോകുന്നാണ് അവിടെയുള്ള ഒരാള് ഞങ്ങളോട് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ 2 ഫോർട്ടില് ആദ്യത്തെ ഫോർട്ട്. ഇതിന്റെ ഭിത്തിയൊക്കെ കുറെ രവിവർമ്മമാര് വന്നിട്ട് പടവും പേരും ഒക്കെ എഴുതി വെച്ച് നല്ലപോലെ അലമ്പാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഈ പാറ വന്നിട്ട് ഒരു ടേബിൾ ടോപ്പ് പോലെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ കുത്തനെ കയറിയിട്ട് മേളിൽ ഇങ്ങനെ നിരപ്പായിട്ട് കാണാം. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ മേളിൽ നിരപ്പായിട്ട്.
നോക്കുമ്പോഴാണ് നമുക്ക് കുതിരമുഖത്തിന്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സാറേ, നമുക്ക് ചുറ്റുമുള്ളത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഹോട്ടൽ. ഇവിടെയും കലാകാരന്മാർ അവരുടെ കഴിവും കരുത്തും ഒക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതായിരുന്നു.
ഇതിന്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞ കുളം ഇതാണ്. പക്ഷേ ഈ വെള്ളം കുടിക്കാനൊന്നും കൊള്ളത്തില്ല. അത്യാവശ്യം വലിയ കുളമാണിത്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ്, അനിൽ.